നമസ്കാരം. പെർവേർട്ടിംഗ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. എന്താണ് ഈ പെർവേർട്ടിംഗ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്? ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ വളരെ ഗൗരവമേറിയ ഒരു കോമൺ ലോ ഒഫൻസാണ്. പെർവേർട്ടിംഗ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ ഇൻഫർമേഷൻ നൽകുക, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക എന്നാണ്. ജീവപര്യന്തം വരെ കഠിന തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണത്. പെർവേർട്ടിംഗ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്, ഇതിന് സമാനമായ ഒരു കേസ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് UK നടന്നു. അതായത് ഒരു മലയാളി നേഴ്സ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മോട്ടോർവേ ആണ്. പെട്ടെന്ന് ഭർത്താവിൻ്റെ ഒരു ഫോൺ കോൾ ഇവർക്ക് വരുന്നു. ഇവർ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കുമെന്ന് ഓർത്തിട്ട് ഫോൺ കോൾ എടുത്തു. ഇവരുടെ വണ്ടിയുടെ കൺട്രോൾ ഈ ലോറി മറ്റ് ഫ്രണ്ടിലുള്ള കാറുകൾ കൊണ്ടിടിച്ചു. ഏകദേശം 6 കാറോളം ഇതിനോടുകൂടി ആക്സിഡൻ്റായി. ഒരു ആൾ മരണപ്പെട്ടു. ഒരു സ്ത്രീക്ക് വളരെ ഗൗരവമേറിയ നെക്ക് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തു. തുടർന്ന് ഇവർ എല്ലാ മെസ്സേജസും ഡിലീറ്റ് ചെയ്തു, കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു. UK സാധാരണ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാണ് പറയുക. അതായത് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ ഇത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ 33% നമുക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും. അതിനെ കോടതിയുടെ ഭാഷയിൽ, ലീഗൽ ടെർമിനോളജിയിൽ അതിനെ ക്രെഡിറ്റ് എന്നാണ് പറയുക. 33%. അവർക്ക് ഈ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടിയില്ല. കാരണം അവർ കുറ്റം സമ്മതിച്ചില്ല. മാത്രവുമല്ല, അവർ തെളിവ് നശിപ്പിക്കുകയും ചെയ്തു. UK സിനാരിയോയിൽ 1 വർഷം വരെയുള്ള ഒഫൻസേ ഒരു മജിസ്ട്രേറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 വർഷത്തിൽ കൂടുതലുള്ള കേസുകളെല്ലാം ജൂറിസ്ഡിക്ഷൻ ക്രൗൺ കോർട്ടിനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കേസ് ക്രൗൺ കോർട്ടിൽ ഈ നേഴ്സ് ഒരു കാരണവശാലും ഈ കുറ്റം സമ്മതിച്ചില്ല. ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് 5 വർഷം കഠിന തടവ് കോടതി വിധിച്ചു. അതുകൊണ്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ക്രിമിനൽ ഡിഫൻസ് ബാരിസ്റ്ററെയോ അല്ലെങ്കിൽ സോളിസിറ്ററെയോ കണ്ട് നിയമ ഉപദേശം തേടുക. അവർ ഈ ശിക്ഷ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലഘൂകരിക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.